ലൈംഗിക ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ തെളിവുകൾ. ഗർഭം ധരിക്കാനും ഗർഭഛിദ്രത്തിനും യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്നതിന്റെ വാട്സാപ്പ് ചാറ്റും ശബ്ദ സംഭാഷണവും പുറത്ത്. ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് കരയുന്ന യുവതിക്കെതിരെ രാഹുലിന്റെ അസഭ്യ വർഷം. വാട്സാപ്പ് ചാറ്റും ഫോൺ സംഭാഷണവും കൈരളി ന്യൂസ് പുറത്തുവിട്ടു. അതേസമയം മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് യുവതിയുടെ തീരുമാനം. യുവതിയെ ഗർഭം ധരിക്കാൻ നിർബന്ധിച്ചതും ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയെന്ന് വ്യക്തമാക്കുന്നതാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ട ശബ്ദ സംഭാഷണം. ഇത് ആരുടെ പ്ലാനാണ്? എന്റെ പ്ലാനാണോ? എന്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നേ? ഞാനാണോ? പിന്നെ നിങ്ങളെന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങളെന്താണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ മാറുന്നത്? എനിക്ക് നിന്നെ ഗർഭിണിയാക്കണമെന്നും നമുക്ക് ഒരു കുഞ്ഞു വേണമെന്നും ആവശ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. നിങ്ങളുടെ പ്ലാനായിട്ടും ഇപ്പോൾ മാറുന്നത് എന്തിനെന്നാണ് പെൺകുട്ടി ചോദിക്കുന്നത്. ഗർഭധാരണത്തിനു ശേഷം ആരോഗ്യ പ്രശ്നങ്ങളെന്ന് യുവതി പറയുമ്പോൾ ഡ്രാമ നിർത്തൂ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറുപടി. ഒപ്പം തെറിവിളിയും. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് ഈ ഡ്രാമ കാണിക്കുന്നവർ എനിക്ക് ഇഷ്ടമേ പറയുന്നത്. എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം ഇതിനെ പറ്റി സംസാരിച്ചപ്പോൾ നീ എന്നോട് പറഞ്ഞത് ഇന്നുകൊണ്ട് ലോകം അവസാനിക്കാൻ പോകല്ലോ, എനിക്കൊരു സമയം എന്താ എന്ന് പറഞ്ഞു. എന്റെ 3 ദിവസമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് നീ വളരെ കൂളാണ്, നീ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. പിന്നെ ഞാൻ എന്താ അതിനെ പറ്റി ബോധരാകുന്നു? പിന്നെ ഇന്ന് ഞാൻ ചോദിച്ചപ്പോ മാത്രം നിനക്കുള്ളൊരു ചൂട്. വിളിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. എന്താ പറയാ, സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ആരോടും പറയാനും പറ്റുന്നില്ല. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ് ഈ ഡ്രാമയൊന്നും നിർത്ത്. ഈ 1-ാം മാസത്തിൽ എന്തൊക്കെ ഉണ്ടാകാൻ പറ്റുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, ചുമ്മാ ഡ്രാമ കാണിക്കുകയാണ്. വിഷയത്തിൽ അധിക്ഷേപവും ഭീഷണിയും തുടരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് യുവതിയുടെ തീരുമാനം. തെളിവുകളും മുഖ്യമന്ത്രിക്ക് കൈമാറും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.